IPLിന്റെ ട്രേഡ് വിൻഡോയിൽ ഇത്തവണ എല്ലാവരെയും ഞെട്ടിച്ച കൂടുമാറ്റമായിരുന്നു ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടേത്. ഗുജറാത്ത് ടൈറ്റൻസ് ടീമിന്റെ ക്യാപ്റ്റനും നെടുന്തൂണുമായ അദ്ദേഹത്തെ മുൻ ഫ്രാഞ്ചൈസിയായ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ടീമിലേക്ക് തിരികെ എത്തിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ CEO. പേസ് ബോളിംഗിൽ ടീമിന്റെ കുന്തമുനയായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമിയെ നിയമവിരുദ്ധമായി തട്ടിയെടുക്കാൻ ഒരു ടീം ശ്രമിച്ചുവെന്നാണ് CEO അരവിന്ദ് സിംഗ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഷമിയെ വാങ്ങാൻ ടീം മാനേജ്മെന്റ് നേരിട്ടല്ല സമീപിച്ചതെന്നും മറിച്ച് കോച്ചിംഗ് സ്റ്റാഫ് വഴിയാണ് രഹസ്യ നീക്കം നടത്തിയെന്നുമാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ നിയമം IPLിന്റെ നിയമാവലിയുടെ ലംഘനത്തിൽപ്പെട്ടതാണെന്ന് അരവിന്ദ് സിംഗ് തുറന്നടിച്ചു. IPL ട്രേഡ് വിൻഡോ BCCIക്ക് ചില നിയമങ്ങളുണ്ട്. അതുവഴിയാണ് താരത്തെ വാങ്ങാനോ വിൽക്കാനോ ഫ്രാഞ്ചൈസികൾ പരസ്പരം ബന്ധപ്പെടേണ്ടത്. ശരിയായിട്ടുള്ള രീതിയിൽ താല്പര്യമുള്ള ഫ്രാഞ്ചൈസികൾ സമീപിക്കുകയാണെങ്കിൽ തങ്ങൾ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറുമാണ്. പക്ഷെ ഷമിയുടെ കാര്യത്തിൽ അതല്ല സംഭവിച്ചത്. തങ്ങൾ അറിയാതെ വളരെ രഹസ്യമായി ഷമിയെ ടീമിൽ നിന്നും കൈക്കലാക്കാനുള്ള നീക്കമാണ് ഫ്രാഞ്ചൈസി നടത്തിയതെന്നും അരവിന്ദ് സിംഗ് വ്യക്തമാക്കി. പക്ഷെ ഷമിക്ക് വേണ്ട രഹസ്യ നീക്കം നടത്തിയ ഫ്രാഞ്ചൈസി ഏതാണെന്ന് മാത്രം വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല. ഗുജറാത്ത് ടൈറ്റൻസ് വിടാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനത്തെക്കുറിച്ചും ഗുജറാത്തിന്റെ CEO പറഞ്ഞു. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ബഹുമാനിക്കുന്നതായും തങ്ങളുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും അത് ഉണ്ടായിരിക്കുമെന്നും അരവിന്ദ് സിംഗ് പറഞ്ഞു. IPL റീടെൻഷൻ തീയതിയുടെ അവസാന ദിവസമാണ് തികച്ചും നാടകീയമായി ഹാർദിക് GT വിട്ട് മുംബൈയിലേക്ക് കൂടുമാറിയത്. ഇതിനുവേണ്ടി പണം സ്വരൂപിക്കാൻ ഓസ്ട്രേലിയൻ സീം ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീനെ ബാംഗ്ലൂരിലേക്ക് മുംബൈ വിൽക്കുകയും ചെയ്തു. അതേസമയം ഇനത്തിനായി 38.15 കോടി രൂപയാണ് ഗുജറാത്തിൻ്റെ പേഴ്സിലുള്ളത്. ഈ തുകയ്ക്ക് പരമാവധി 8 കളിക്കാരെയാണ് ഗുജറാത്തിന് വാങ്ങിക്കാൻ സാധിക്കുക. ഇതിൽ 6 പേര് ഇന്ത്യൻ താരങ്ങളും 2 വിദേശ താരങ്ങളുമായിരിക്കണം. ഈ മാസം നടക്കാനിരിക്കുന്ന ലേലത്തിനു മുമ്പ് ഗുജറാത്ത് ഒഴിവാക്കിയ യഷ് ദയാൽ, KS ഭരത്, ശിവം മാവി, പ്രദീപ് സാങ്വാൻ, ഒഡിയൻ സ്മിത്ത്, അൽസാരി ജോസഫ്, ദർശൻ ഷനങ് എന്നീ ചില താരങ്ങളെ ടീമിലേക്ക് മടക്കിയെത്തിക്കാനും സാധ്യതകളുണ്ട്.